ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം സുഭാഷിതങ്ങളുടെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ തിരുവചനമാണ്. അവിടുന്ന് തൻ്റെ വിശുദ്ധരുടെ വഴിയെ കാത്തു സൂക്ഷിക്കുന്നു. നമുക്കൊത്തിരിയേറെ പ്രത്യാശ തരുന്ന, നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിന് ഇത്രമാത്രം കരുതലുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്ന മറ്റൊരു വചനമുണ്ടോ? വളരെ ശക്തമായ ഒരു വചനമാണ്. അവിടുന്ന് തൻ്റെ വിശുദ്ധരുടെ വഴിയെ കാത്തു സൂക്ഷിക്കും. ദൈവത്തിൻ്റെ വചനം ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു. നമ്മൾ വെറുതെ ഇതങ്ങോട്ട് വായിച്ചു പോവുകയാണ്. പക്ഷേ ഈ വചനത്തിൻ്റെ അർത്ഥം ഒന്ന് ചിന്തിക്കുക. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുക എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ഉരുവാകുന്നത് ഒരു സെല്ലാണ്, അതായത് ഒരു കോശം. കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല, മൈക്രോസ്കോപ്പ് കൊണ്ട് മാത്രം കാണാൻ പറ്റുന്ന വലിപ്പത്തിൽ. നമ്മുടെ കണ്ണുകൾ കൊണ്ട് ആ കുഞ്ഞിനെ കാണാൻ പറ്റില്ല, അത്രയ്ക്ക് ചെറുതാണ്. അങ്ങനെ പോലും ഉണ്ടാകുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു, ഞാൻ നിന്നെ ജനതകൾക്ക് പ്രവാചകനായി നിയമിച്ചു, ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു എന്നൊക്കെ കർത്താവ് പറയുമ്പോൾ എന്താണ് അവിടെ ദൈവം അർത്ഥമാക്കുന്നത്? വീണ്ടും മലാക്കി പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 2ഉം 3ഉം തിരുവചനങ്ങൾ ശ്രദ്ധിച്ചു വായിക്കുക. അവിടെ നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്: യാക്കോബിനെ ഞാൻ സ്നേഹിച്ചു, ഏസാവിനെ ഞാൻ വെറുത്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യാക്കോബിനെ ഞാൻ സ്നേഹിച്ചു, ഏസാവിനെ ഞാൻ വെറുത്തു എന്ന് ദൈവം പറയുമ്പോൾ നമുക്ക് തോന്നും, ദൈവം എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വാചകം പറഞ്ഞിരിക്കുന്നത്? 2 പേര് ഇരട്ടകളാണ്, ഒരമ്മയുടെ ഗർഭപാത്രത്തിൽ ജനിച്ച മക്കളാണ്. അവരെപ്പറ്റി ദൈവം പറയാണ്, ഒരാളെ ഞാൻ സ്നേഹിച്ചു, ഒരാളെ ഞാൻ വെറുത്തു. വളരെ അർത്ഥങ്ങളുള്ള ഒരു വചനമാണിത്. നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കണം, ഭൂമി കറങ്ങുന്നു എന്നുള്ള ഒറ്റ കാരണത്താലാണ് നമുക്ക് രാവും പകലും ഉള്ളത്. ഭൂമി കറങ്ങുന്നു എന്നുള്ള ഒറ്റ കാരണത്താലാണ് നമുക്ക് ദിവസങ്ങളുള്ളത്, മാസങ്ങളുള്ളത്, വർഷങ്ങളുള്ളത്. എന്തിന്? ടൈം അഥവാ സമയം എന്ന് പറയുന്ന ഒന്ന് പോലും ഉള്ളത് നമ്മൾ ഈ ലോകത്തായിരിക്കുന്നത് കൊണ്ടും ഭൂമി കറങ്ങുന്നത് കൊണ്ടും ഒക്കെയാണ്. ദൈവം ആദിയും അന്ത്യവുമാണ്. ഐ ആം ദി ആൽഫ ആൻഡ് ദി ഒമേഗ. കർത്താവിന് ആദിയുമില്ല അവസാനവുമില്ല. അതുകൊണ്ടാണ് ബൈബിൾ പുതിയ നിയമത്തിൽ പ്രത്യേകിച്ച് പറയുന്നത്, ഇന്ന് എന്ന് പറയുന്നതാണ് രക്ഷയുടെ ദിവസം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ മുമ്പിൽ ഇന്നലകളില്ല, നാളെയും ഇല്ല. ഞാൻ ഈ പറഞ്ഞ് ശ്രദ്ധിച്ച് കേൾക്കണം. ദൈവത്തിൻ്റെ മുമ്പിൽ ഇന്ന് എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. അതായത് ജോൺ എന്ന് പറയുന്ന ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നിങ്ങൾ കാണുന്നത് പോലെ അല്ല ദൈവം എന്നെ കാണുന്നത്. ദൈവം എന്നെ കാണുന്നത് എങ്ങനെയാണെന്നറിയാമോ? നിങ്ങളിപ്പോൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ മാക്സിമം നോക്കിയ കുറച്ച് അന്വേഷിച്ചാൽ എൻ്റെ കഴിഞ്ഞ കാല ജീവിതം, എൻ്റെ കോളേജിലെ പഠിത്തം, എൻ്റെ സ്കൂൾ കാല ജീവിതം ഒക്കെ നിങ്ങൾക്ക് ചിക്കിച്ചകഞ്ഞ് അന്വേഷിക്കാൻ പറ്റുമായിരിക്കും. നിങ്ങളതിൽ വിജയിക്കുകയും ചെയ്യുമായിരിക്കും. പക്ഷേ അടുത്ത മാസത്തെ കാര്യം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അടുത്ത വർഷത്തെ കാര്യം പറയാൻ പറ്റുമോ? 10 വർഷം കഴിഞ്ഞുള്ള കാര്യം പറയാൻ പറ്റുമോ? എനിക്ക് 80 വയസ്സാകുമ്പോൾ ഉള്ള കാര്യം പറയാൻ പറ്റുമോ? പറ്റില്ല. നിങ്ങൾ പരാജയപ്പെട്ടു പോകും. ഇപ്പോഴത്തെ എന്നെയും നിങ്ങൾ കാണുന്നു, നേരത്തെയുള്ള എൻ്റെ സമയവും നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുന്നു. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം വ്യത്യസ്തനാകുന്നത് എങ്ങനെയാണെന്നറിയാമോ? ദൈവം വ്യത്യസ്തനാകുന്നത്, ദൈവം എന്നെ നോക്കുമ്പോൾ ജോൺ എന്ന് പറയുന്ന വ്യക്തിയുടെ തുടക്കം മുതൽ, അതായത് ഒരു കോശമായിട്ട് ഞാൻ ഉണ്ടായ സമയം മുതൽ ഞാൻ എപ്പോൾ മരിക്കുന്നു അതുവരെയുള്ള മുഴുവൻ സംഭവങ്ങളും ഒരു പേപ്പറിൽ പടം വരച്ചു വെച്ചാലെന്ന പോലെ, നമ്മൾ ഈ ഇന്ത്യയുടെ മാപ്പൊക്കെ കയ്യിലെടുത്ത് പിടിക്കത്തില്ലേ, ഇതുപോലെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഇരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ നാളെ എടുക്കാൻ പോകുന്ന തീരുമാനങ്ങൾ വരെ ദൈവത്തിനറിയാം. ഞാൻ മറ്റന്നാൾ എടുക്കാൻ പോകുന്ന തീരുമാനങ്ങൾ ദൈവത്തിനറിയാം. ഞാൻ 10 കൊല്ലം കഴിഞ്ഞ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ദൈവത്തിനറിയാം. ചിന്തിക്കാൻ പോകുന്ന കാര്യങ്ങൾ ദൈവത്തിനറിയാം. എൻ്റെ മരണസമയം ദൈവത്തിനറിയാം. ഞാൻ മരിക്കുന്നതിന് തൊട്ടു മുമ്പ് ചിന്തിക്കാൻ പോകുന്ന കാര്യം ദൈവത്തിനറിയാം. എൻ്റെ ശവമടക്കം ആരാ ചെയ്യാൻ പോകണമെന്നറിയാം. ഏത് വൈദികനാണ് എനിക്ക് വേണ്ടി കുർബാനയെല്ലാം പോകുന്നതറിയാം. ഇതെല്ലാം ദൈവത്തിന് ഇപ്പോഴേ അറിയാം. ഇതറിയുന്ന ദൈവമാണ് പറയുന്നത്, യാക്കോബിനെ ഞാൻ സ്നേഹിച്ചു, ഏസാവിനെ ഞാൻ വെറുത്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രവർത്തനം ഉണ്ടാകുന്നത് എങ്ങനെയാണെന്നറിയാമോ? ബൈബിളിൻ്റെ ഒരു രഹസ്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ കുഞ്ഞ്
ദൈവത്തിന് വേണ്ടി തീരുമാനമെടുക്കുമോ സാത്താന് വേണ്ടി തീരുമാനമെടുക്കുമോ എന്നുള്ള കാര്യം ദൈവം യുഗങ്ങൾക്ക് മുമ്പേ തന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ദൈവത്തിന് നേരത്തെ ഇതറിയാം. ജോൺ എന്ന് പറയുന്ന മകൻ മെഡിക്കൽ കോളേജ് കാലഘട്ടത്തിൻ്റെ അവസാന വർഷം കഴിയുമ്പോൾ അവനൊരു കരിസ്മാറ്റിക് നവീകരണ ധ്യാനം കൂടും. അവിടെ വെച്ചവൻ ദൈവത്തിൻ്റെ വചനം കേൾക്കും. അവിടെ വെച്ചവൻ മാനസാന്തരപ്പെടും. അവിടെ വെച്ചവൻ പാപവഴികളെ ഉപേക്ഷിക്കും. കഴിഞ്ഞകാല ജീവിതത്തിൽ നിന്ന് അവനൊരു യൂട്ടേൺ അടിക്കും. അവൻ ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങും. അവൻ ദൈവത്തിന് വേണ്ടി കൊതിക്കാൻ തുടങ്ങും. അവൻ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങും. അവൻ ബൈബിൾ കൂടുതൽ വായിക്കും, കൊന്ത ചൊല്ലും, പള്ളിയിൽ പോകും. അവൻ ഈശോയുടെ ഒരു വട്ടനായിട്ട് മാറുമെന്നുള്ള കാര്യം ദൈവത്തിന് യുഗങ്ങൾക്ക് മുമ്പേ അറിയാം. എന്നാൽ ഞാൻ 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തും 2-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തും എന്തൊരു കോളേജിൽ പഠിക്കുന്ന സമയത്തും എനിക്കോ എൻ്റെ കൂടെയുള്ള കൂട്ടുകാർക്കോ എൻ്റെ അധ്യാപകർക്കോ എൻ്റെ മാതാപിതാക്കൾക്കോ എൻ്റെ സഹോദരങ്ങൾക്കോ ഇതറിയത്തില്ല. ആർക്കറിയാം? ദൈവത്തിന് മാത്രം അറിയാം. നിങ്ങളുടെ കാര്യം ഇതുപോലെ തന്നെയാണ്. നിങ്ങൾ ഇന്ന് എന്തെല്ലാം ചെയ്തിട്ടും നിങ്ങളെ ദൈവം പരിപാലിച്ചു കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാരണം നിങ്ങൾ ജീവിതത്തിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞ് നിങ്ങൾ എവിടെയോ വച്ച്, ചിലപ്പോൾ അട്ടപ്പാടിയിലൊരു ധ്യാനത്തിലായിരിക്കാം, ചിലപ്പോൾ പോട്ടയിലായിരിക്കാം, ചിലപ്പോൾ ഏതോ ഒരു സ്ഥലത്ത്, ചിലപ്പോൾ ശാലോം ടെലിവിഷനിലെ ഒരു വചനപ്രഘോഷണമായിരിക്കാം, നിങ്ങൾ നിങ്ങളുടെ ജീവിതം കർത്താവിന് കൊടുക്കുമെന്ന് കർത്താവ് ഇപ്പോഴേ അറിയുന്നു. ഇങ്ങനെ അറിയുന്ന കർത്താവിന് ഇന്നത്തെ നിങ്ങളുടെ ജീവിതം കർത്താവ് കാണുന്നുണ്ടെങ്കിലും കർത്താവിൻ്റെ കയ്യിൽ ഒരു മാപ്പ് ഇരിക്കുന്നത് പോലെ നിങ്ങളുടെ ജീവിതം ഇരിക്കുന്നതിനാൽ, ഒരു പടം വരച്ചതുപോലെ ഇരിക്കുന്നതിനാൽ കർത്താവ് കാണുന്നത് ഇങ്ങനെയാണ്: ഈ ടൈമിനെത്തുമ്പോൾ ഇവൻ എൻ്റെതാവും, ഇവൾ എൻ്റെ മകളാവും. നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് ആ മരുമോളെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ദുഷ്ട, അമ്മായി, അമ്മയെ നോക്കാത്തവൾ, എല്ലാം നമ്മൾ പറയുന്നെങ്കിലും ദൈവം പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിനറിയാം 2017 ജൂൺ മാസത്തിൻ്റെ 2-ാമത്തെ ഞായറാഴ്ച ഇന്ന ധ്യാന കേന്ദ്രത്തിൽ തുടങ്ങുന്ന ധ്യാനത്തിൽ ഈ മകൾ പെട്ടിയും എടുത്തുകൊണ്ട് പോകുന്നു. അവിടെ വെച്ചവൾ ആരാധിക്കുന്നു, അവിടെ വെച്ചവൾ മാനസാന്തരപ്പെടുന്നു, കുമ്പസാര കൂട്ടിൽ കണ്ണുനീർ പൊഴിക്കുന്നു, പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി അവൾ ഏറ്റുവാങ്ങുന്നു, അവൾ ദൈവ പൈതലായിത്തീരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ദൈവത്തിന് അറിയാവുന്നത് കൊണ്ടാണ് സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്: ദൈവം തൻ്റെ വിശുദ്ധരുടെ വഴി മുൻകൂട്ടി അറിയുന്നു, ദൈവം അതിനെ അനുഗ്രഹിച്ച് ക്രമപ്പെടുത്തുന്നു. ഇത് വലിയൊരു രഹസ്യമാണ്. നമ്മൾ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വെച്ച് ദൈവത്തിന് വേണ്ടി ഒരു തീരുമാനമെടുക്കുകയും ദൈവത്തിന് വേണ്ടി നിലകൊള്ളുകയും ചെയ്യുമെന്ന് ഉറപ്പ് ദൈവത്തിന് നേരത്തെ ഉണ്ടെങ്കിൽ ദൈവം കുഞ്ഞുനാൾ തൊട്ടേ തന്നെ നമ്മുടെ വഴിയെ സംരക്ഷിക്കുന്ന മനോഹരമായ കാഴ്ച കാണാനായിട്ട് സാധിക്കും. ഞാനൊരിക്കൽ കേരളത്തിൽ ദൈവം ശക്തമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അൽമായ സഹോദരൻ കൗൺസിലിങ്ങിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കണം. അദ്ദേഹം എന്നോട് ഇങ്ങനെ ചോദിച്ചു: ഡോക്ടർ ജോൺ 8-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സൈക്കിളിൽ നിന്നും തലയടിച്ച് മെയിൻ റോഡിൽ വീണിട്ടുണ്ടോ? ഞാൻ ഞെട്ടിപ്പോയി. കാരണം അന്ന് ചത്തുപോകേണ്ടതായിരുന്നു ഡോക്ടർമാർ പറഞ്ഞു. ഒരു ചെറിയ വ്യത്യാസത്തിനാണ് രക്ഷപ്പെട്ടത്, അല്ലെ മർമ്മം തകർന്നു പോകേണ്ടതായിരുന്നു, മരിച്ചു പോകേണ്ടതായിരുന്നു. എന്നിട്ട് ഈ പ്രാർത്ഥിച്ച സഹോദരൻ എന്നോട് പറയാണ്: ഡോക്ടർ 25-ാമത്തെ വയസ്സിൽ മാനസാന്തരപ്പെടുമെന്നും യേശു ക്രിസ്തുവിന് ജീവിതം കൊടുക്കുമെന്നും ദൈവം മുൻകൂട്ടി കണ്ടിരുന്നതിനാൽ അദ്ദേഹം കണ്ട ദർശനം എന്നോട് പറഞ്ഞു: ഡോക്ടർ അന്ന് 8-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 13 വയസ്സുണ്ട്. സൈക്കിളിൽ നിന്നും മെയിൻ റോഡിലേക്ക് തലയടിച്ച് വീഴുന്ന സമയത്ത് യേശു തൻ്റെ ആണിപ്പാടുള്ള കരം കൊണ്ടുവന്ന് ആ റോഡിലോട്ട് വെച്ചിട്ട് ആ തല വന്ന് വീഴുന്നത് യേശുവിൻ്റെ കയ്യിലോട്ടാന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ അവിടെ നിന്ന് കരയാൻ തുടങ്ങി. എന്നിട്ട് അദ്ദേഹം പറയാണ്, അന്ന് ചിലപ്പോൾ ഡോക്ടർ ജോൺ ഒരു അനുസരണം കെട്ട കുട്ടിയായിരുന്നു കാണും വീട്ടിൽ. ചിലപ്പോൾ എല്ലാവരും പറഞ്ഞു കാണും ഒരു അനുസരണവും ഇല്ല ചെറുക്കന്. പക്ഷെ ദൈവം കണ്ടത് 25-ാമത്തെ വയസ്സിലെ ഡോക്ടർ ജോണിനെയാണ് ദൈവമെന്ന് കണ്ടത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം തൻ്റെ വിശുദ്ധരുടെ വഴിയെ നേരത്തെ തന്നെ അവിടെ നിന്ന് മുൻകൂട്ടി കണ്ടിട്ട് ദൈവം ക്രമപ്പെടുത്തി വിടുകയാണ്. അപ്പോസ്തലനായ യോഹന്നാനെ ചക്രവർത്തി തിളച്ച എണ്ണയിലിട്ട് 2.5 മണിക്കൂർ വേവിച്ചു. നമ്മൾ ചിക്കനൊക്കെ പൊരിച്ചെടുക്കുന്ന പോലെ, ഏത്തയ്ക്കൊക്കെ നമ്മൾ പൊരിച്ചെടുക്കത്തില്ലേ ചിപ്സ് ഉണ്ടാക്കാൻ, ഇതുപോലെ യോഹന്നാനെ ഇട്ട് പൊരിച്ച് 2 മണിക്കൂർ പൊരിച്ച് കരിച്ചെടുത്തു. പട്ടാളക്കാരനോട് പറഞ്ഞു, ഒരു വലിയ ചട്ടകം കൊണ്ടുവന്ന് ആ കരിക്കട്ട എടുത്ത് വലിച്ചെറിഞ്ഞേക്കടാന്ന് പറഞ്ഞു. പട്ടാളക്കാരൻ വന്ന് ഒരു വലിയ ചട്ടകം കൊണ്ടുവന്ന് കരിക്കട്ടയായിപ്പോയി യോഹന്നാനെ എടുത്തൊരേറ് വെച്ചു കൊടുത്തു. എണ്ണയിൽ നിന്നും പാത്രത്തിൽ നിന്നും കരിക്കട്ട പോലത്തെ യോഹന്നാൻ പുറത്തേക്ക് വന്ന് വീണു. പക്ഷെ സകലരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് യോഹന്നാൻ എഴുന്നേറ്റ് നിന്നു. യോഹന്നാൻ മരിച്ചില്ല. യോഹന്നാന്റെ ശരീരം കരിഞ്ഞുപോയി, വികൃതമായി, കണ്ണുകളും മൂക്കുകളും എല്ലാം ഉരുകിപ്പോയി. പക്ഷെ യോഹന്നാൻ മരിച്ചില്ല. തീവ്രവേദനയാൽ യോഹന്നാൻ പുളയുമ്പോൾ രാജാവ് പറഞ്ഞു, അവനെ കൊല്ലണ്ട, അവൻ വേദന സഹിച്ച് മരിക്കട്ടെ, അവനെ പത്മോസിന്റെ ദ്വീപിലേക്ക് നാടുകടത്തിയേക്കുക. 4 ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ട പത്മോസിന്റെ ദ്വീപിൽ യോഹന്നാൻ നാടുകടത്തപ്പെടുമ്പോൾ
അസ്ഥികഷ്ണങ്ങളുടെ നടുവിലിരുന്ന് യോഹന്നാൻ ആരാധിക്കുമ്പോൾ തനിക്ക് മുൻപേ നാടുകടത്തപ്പെട്ട മനുഷ്യരുടെ ശവം അവിടെ ചീഞ്ഞളിഞ്ഞ് കിടക്കുന്നു, അവരുടെ അസ്ഥികൾ കിടക്കുന്നു. യോഹന്നാൻ അറിയാം താനും ഒരു ദിവസം ഇതുപോലെയാകും. അങ്ങനെ അതിൻ്റെ മധ്യത്തിലിരുന്ന് യോഹന്നാൻ തൻ്റെ കർത്താവിനെ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ വെളിപാട് പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു, കർത്താവിൻ്റെ ദിവസത്തിൽ ഞാൻ ആത്മാവിൽ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ പുറകിൽ നിന്നും കാഹളത്തിൻ്റെതുപോലുള്ള ഒരു ശബ്ദം ഞാൻ കേട്ടു, ഒരു കാഹളനാദം ഞാൻ കേട്ടു. യോഹന്നാൻ, എൻ്റെ പ്രിയപ്പെട്ട യോഹന്നാൻ എന്ന ശബ്ദം കേട്ട് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ 10,000 സൂര്യനേക്കാൾ പ്രകാശമുള്ള എൻ്റെ കർത്താവിനെ ഞാൻ അവിടെ കണ്ടു. നയനങ്ങൾ തീ ജ്വാല പോലെ വെട്ടിത്തിളങ്ങുന്നു. പ്രിയപ്പെട്ടവരെ, മഹത്വത്തിൻ്റെ കർത്താവിനെ യോഹന്നാൻ കണ്ടു. എന്നിട്ട് കർത്താവ് യോഹന്നാനോട് പറയാണ്, ഞാൻ ആൽഫയും ഒമേഗയുമാണ്, ഞാൻ ആദിയും അന്ത്യവുമാണ്. അടുത്ത വചനമാണ് ശ്രദ്ധിക്കേണ്ടത്. മരണത്തിൻ്റെയും നരകത്തിൻ്റെയും താക്കോലുകൾ എൻ്റെ കയ്യിലുണ്ടടാ യോഹന്നാൻ. മരണത്തിൻ്റെയും നരകത്തിൻ്റെയും താക്കോൽ എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം പ്രിയപ്പെട്ടവരെ? സെക്രട്ടേറിയറ്റിൻ്റെ താക്കോൽ എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ അർത്ഥം ഞാൻ വരാതെ സെക്രട്ടേറിയറ്റിൻ്റെ അകത്ത് ആർക്കും കയറാൻ പറ്റില്ല, അകത്ത് കിടക്കുന്നവർക്ക് ആർക്കും പുറത്തു ഇറങ്ങാൻ പറ്റത്തില്ല. കാര്യം താക്കോൽ എൻ്റെ കയ്യിലാണ്. നിങ്ങളുടെ വീടിൻ്റെ താക്കോൽ എൻ്റെ കയ്യിലാണെന്ന് പറഞ്ഞ അർത്ഥം നിങ്ങൾക്ക് ഞാൻ വരാതെ പുറത്തിറങ്ങാൻ പറ്റത്തില്ല, ഞാൻ അവിടെ വന്ന് തുറക്കാതെ ആർക്കും അകത്തും കയറാൻ പറ്റത്തില്ല. അപ്പോൾ കർത്താവ് യോഹന്നാനോട് പറയാണ്, നരകത്തിൻ്റെ താക്കോൽ എൻ്റെ കയ്യിലാണ്, മരണത്തിൻ്റെ താക്കോലും എൻ്റെ കയ്യിലാണ്. ഇത് രണ്ടും സാത്താൻ്റെ കയ്യിലായിരുന്നു നേരത്തെ. പക്ഷേ എൻ്റെ കുരിശുമരണത്തിലൂടെ ഞാൻ സാത്താനെ പരാജയപ്പെടുത്തിയതിനാൽ പരാജയപ്പെട്ടു പോയ സാത്താൻ്റെ കയ്യിൽ നിന്ന് ഞാൻ മരണത്തിൻ്റെയും നരകത്തിൻ്റെയും താക്കോല് വാങ്ങിച്ചെടുത്തു. രാജാക്കന്മാർ തമ്മിൽ യുദ്ധമുണ്ടാകുമ്പോൾ തോറ്റ രാജാവിനെ, പരാജയപ്പെട്ട രാജാവിനെ നിലത്ത് താഴെ ഇട്ടതിന് ശേഷം കഴുത്തിൽ ഷൂസ് ഇട്ട് ചവിട്ടും ജയിച്ച രാജാവ്. എന്നിട്ട് അവൻ്റെ കയ്യിലിരിക്കുന്ന താക്കോലും കൊണ്ട് തരാൻ പറയും. കൊട്ടാരത്തിൻ്റെ, അരമനയുടെ, ഖജനാവിൻ്റെ, സ്വർണം സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലത്തിൻ്റെ സകലതിൻ്റെ താക്കോലും മേടിച്ചെടുത്തിട്ട് ചിലപ്പോൾ ജയിലിലേക്ക് വിടും, അല്ലെങ്കിൽ കൊല്ലും. പക്ഷെ മുഴുവൻ താക്കോലും വിജയിച്ച രാജാവിൻ്റെ കയ്യിലാണ്. തോറ്റ രാജാവിൻ്റെ കൊട്ടാരത്തിലെ മുഴുവൻ സ്വർണവും സമ്പത്തും ജയിച്ച രാജാവിൻ്റെ കയ്യിലായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാൽവരി കുരിശിൽ വിജയം വരിച്ച യേശു, ഉത്ഥാനം ചെയ്ത യേശു മഹത്വത്തോടെ കടന്നു വന്നിട്ട് പറയാണ്, തോറ്റുപോയ സാത്താൻ്റെ കയ്യിലിരുന്ന 2 താക്കോലുകൾ ഞാൻ മേടിച്ചെടുത്തിട്ടുണ്ട് യോഹന്നാൻ. മരണത്തിൻ്റെയും നരകത്തിൻ്റെയും താക്കോലുകൾ എൻ്റെ കയ്യിലാണ് എന്ന് പറഞ്ഞാൽ, യോഹന്നാനെ, നിന്നെ 2 മണിക്കൂറല്ല 2000 മണിക്കൂർ എണ്ണയിലിട്ട് വേവിച്ചാലും നീ മരിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് രാജാവല്ല, ഞാനാണ്. ഞാൻ പറയുന്ന സമയത്ത് മാത്രമേ എൻ്റെ മകന്, എൻ്റെ മകൾക്ക് മരിക്കാൻ പറ്റൂ. നിന്നെ 2 മണിക്കൂർ ഇട്ടിട്ടും നീ മരിക്കാതിരുന്നതിൻ്റെ കാരണം നീ മരിക്കേണ്ട സമയമായിട്ടില്ല എന്ന് ഞാൻ തീരുമാനമെടുത്തു. അതുകൊണ്ടാണ് നീ ജീവിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ കാണുക, കർത്താവ് തൻ്റെ വിശുദ്ധരുടെ വഴിയെ പരിപാലിക്കുന്നു. ഇത് ഒരു അത്ഭുതകരമായ സത്യമാണ്. നമുക്ക് കണ്ണുമടച്ച് മുന്നോട്ട് പോകാൻ ധൈര്യം തരുന്നൊരു സത്യമാണ്. കാരണം ദൈവത്തിൻ്റെ പൂർണ്ണ പദ്ധതികൾ എൻ്റെ ജീവിതത്തിൽ നിറവേറുന്നത് വരെ ഞാൻ മരിക്കത്തില്ല. ദൈവം എനിക്കായിട്ട് ഒരുക്കിയിട്ടിരിക്കുന്ന പദ്ധതികൾ മുഴുവൻ എന്നിലൂടെ സംഭവിച്ച് കിട്ടുന്നതുവരെ എൻ്റെ കണ്ണടയാൻ ദൈവം അനുവദിക്കത്തില്ല. ഇത് ബൈബിളിലെ വലിയ ഒരു സത്യമാണ്. യോഹന്നാനോട് ദൈവം പറയുന്നുണ്ട്, നിന്നെക്കൊണ്ട് എനിക്ക് ഇനിയും കുറച്ച് കാര്യം ചെയ്യാനുണ്ട്. നീ സുവിശേഷം എഴുതാനുണ്ട്, നീ 1-ാം ലേഖനം, 2-ാം ലേഖനം, 3-ാം ലേഖനം എഴുതാനുണ്ട്, നീ വെളിപാട് പുസ്തകം എഴുതാനുണ്ട്. ലോകത്തിൻ്റെ അവസാനം വരെ സംഭവിക്കാനിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരാൻ പോകുന്നു. യോഹന്നാൻ, വെളിപാട് പുസ്തകം നിന്റെ മുമ്പിൽ തിരശീല മീറ്റിംഗ് ഞാൻ കാണിക്കാൻ പോവുകയാണ്, രഹസ്യങ്ങൾ ഞാൻ കാണിക്കാൻ പോവുകയാണ്. ഇത് നീ ജനങ്ങൾക്ക് വേണ്ടി എഴുതി വയ്ക്കണം യോഹന്നാൻ. മാത്രമല്ല, നിന്റെ വാർദ്ധക്യത്തിൽ നീ സഭയെ ബലപ്പെടുത്തണം, നീ സഭയിൽ അഭിഷേകത്തോടെ പ്രസംഗിക്കണം, ദൈവം സ്നേഹമാണെന്നുള്ള സത്യം നീ സഭയെ പഠിപ്പിക്കണം. ഇത് നിന്റെ ഒരു ഉത്തരവാദിത്തമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുള്ളത് കൊണ്ടാണ് പലയിടത്തും പലതും പറ്റിയിട്ട് നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ ഇനിയും പൂർത്തിയായിട്ടില്ല. എന്തൊക്കെയോ ദൈവത്തിന് ഇനി ചെയ്യാനുണ്ട്. 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നത് കണ്ണ് കണ്ടിട്ടില്ല, കാത് കേട്ടിട്ടില്ല, മനുഷ്യ മനസ്സ് മനസ്സിലാക്കിയിട്ടില്ല. അപ്പോൾ കർത്താവിന് നമ്മിലൂടെ ഇനിയും എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ നമ്മളെ കൊല്ലുവാൻ ആരെക്കൊണ്ട് സാധ്യമല്ല, നമ്മൾ ജീവിച്ചേ പറ്റത്തുള്ളൂ. കാരണം മരണത്തിൻ്റെ, നരകത്തിൻ്റെ താക്കോലുകൾ കർത്താവിൻ്റെ കയ്യിലാണ്. യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ നമ്മുടെ സംഭവം കാണുന്നുണ്ട്. യേശു പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ പട്ടാളക്കാർ അവനെ അറസ്റ്റ് ചെയ്യാൻ ചെന്നു. അറസ്റ്റ് ചെയ്യാൻ ചെന്ന പട്ടാളക്കാർ അവനെ അറസ്റ്റ് ചെയ്യാതെ തിരിച്ചു ചെല്ലുകയാണ്. എന്നിട്ട് യോഹന്നാൻ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, അവർ അവൻ്റെ മേൽ കൈവച്ചില്ല, കാരണം അവൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവർ അവൻ്റെ മേൽ കൈവച്ചില്ല, കാരണം അവൻ്റെ സമയം ഇനിയും അവിടെ ആയിട്ടില്ല. വീണ്ടും പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
യേശു സിനഗോഗിൽ പ്രസംഗിച്ചു കഴിഞ്ഞിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് എന്ന് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ യേശുവിനെ കൊല്ലണമെന്നായി ആളുകളെല്ലാം കൂടെ. കൊല്ലണമെന്നും പറഞ്ഞ് അവർ മലയുടെ മുകളിൽ കൂടെ തള്ളിയിടാനായിട്ട്, നിങ്ങൾ ഓർക്കണം, ആ സിനഗോഗിൻ്റെ അകത്ത് ഒരു 150 പേര് 200 പേരുണ്ടെന്ന് വിചാരിക്കുക. 200 പേരും കൂടെ യേശുവിനെ തള്ളി ഉന്തിയും കൊണ്ടുവരിക. മലയുടെ അറ്റത്ത് കൊണ്ടുവന്ന് നിസ്സാരമായിട്ട് കൊന്നുകളയാവുന്നതേ ഉള്ളൂ. പക്ഷേ അവിടെ വന്നപ്പോൾ യേശു അവരെ ഒന്ന് നോക്കിയിട്ട് അവരുടെ എല്ലാവരുടെയും ഇടയിലൂടെ നടന്നുപോയി. കാരണം യേശുവിൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. ഓർത്തോണേ, നമ്മുടെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ ദൈവത്തിൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഇന്ന് ഏത് തകർച്ച കിടക്കുകയാണെങ്കിലും ഏത് കുഴി കിടക്കുകയാണെങ്കിലും നമ്മൾ നശിക്കത്തില്ല. ദൈവത്തിൻ്റെ കരങ്ങൾ അവിടെ നിന്നും നമ്മളെ അത്ഭുതകരമായിട്ട് പൊക്കിയെടുക്കുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ലോകം മുഴുവൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ സത്യമാണ്. നമുക്കറിയാം, മോശയുടെ ജീവിതത്തിൽ അത്ഭുതകരമായി പരിപാലനം നമുക്ക് കാണാൻ സാധിക്കുന്നു. ആൺകുട്ടികളെ മുഴുവൻ കൊന്നുകളണമെന്ന് പറഞ്ഞിട്ടും മോശ ചാകുന്നില്ല. ബാക്കി ഒരുപാട് ആൺകുട്ടികൾ ചാകുന്നു, മോശ മരിക്കുന്നില്ല. എന്താണ് കാരണമെന്നറിയാമോ? മോശ ദൈവത്തിന് വേണ്ടി ഉറച്ച നിലപാടെടുക്കുമെന്ന് ദൈവം നേരത്തെ മുൻകൂട്ടി കണ്ടു. മോശയുടെ പ്ലാൻ ദൈവത്തിൻ്റെ കരങ്ങളിൽ നിൽക്കുന്ന സമയത്ത് മോശ എന്തെല്ലാം ദൈവത്തിന് വേണ്ടി ചെയ്യുമെന്ന് ദൈവം നേരത്തെ തന്നെ മുൻകൂട്ടി കണ്ടിരുന്നു. അതുകൊണ്ടാണ് ഹെബ്രായ ലേഖനത്തിൽ 11-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, പാപത്തിൻ്റെ നൈമിഷിക സുഖങ്ങൾ ആസ്വദിക്കുന്നതിനേക്കാൾ ദൈവജനത്തിൻ്റെ കഷ്ടപ്പാടിൽ പങ്കുചേരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് മോശയെ പറ്റി അവിടെ പറഞ്ഞിരിക്കുകയാണ്. കേരളത്തിൽ ദൈവം നന്നായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ഒരു വൈദികൻ്റെ സാക്ഷി ഞാൻ കേട്ടതോർക്കുന്നു. അദ്ദേഹം ടൈഫോയിഡ് പിടിച്ച് മരണത്തോട് മല്ലടിച്ച് അദ്ദേഹത്തിൻ്റെ കുടലെല്ലാം രോഗാണുക്കൾ കുത്തിത്തുളർന്ന് അദ്ദേഹം കുഞ്ഞുനാളിൽ മരിക്കാനായിട്ട് കിടക്കുകയാണ്. മരണത്തോട് മല്ലടിച്ച് കിടന്ന അദ്ദേഹം അമ്മ അടുത്തിരുന്ന് നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഡോക്ടർമാരെ എല്ലാം അത്ഭുതപ്പെടുത്തിക്കൊണ്ട് 72 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ ബാലൻ കണ്ണു തുറക്കുകയാണ്. ബാലൻ കണ്ണു തുറന്ന പാടെ അമ്മച്ചിയോട് പറയണം, അമ്മച്ചിയെ ഞാൻ മരിക്കത്തില്ല കേട്ടോ അമ്മച്ചി. അമ്മച്ചി പറയടാ, പിച്ചും പേയും പറയാതാ മോനെ, നിനക്ക് ഭയങ്കര പ്രശ്നം, നിനക്ക് അന്ത്യകുദാശ വരെ തന്നു കഴിഞ്ഞു, നീ മരിച്ചു പോകുമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. അമ്മച്ചിയെ ഞാൻ മരിക്കത്തില്ല. അപ്പോൾ അമ്മച്ചി ചോദിച്ചു, എന്താ മോനെ നീ ഇങ്ങനെ പറയാൻ കാര്യം? അത് അമ്മച്ചിയെ, ഞാനിങ്ങനെ ഓർമ്മയിൽ അടക്കുമ്പോൾ സ്വപ്നം കണ്ടു, കർത്താവ് എൻ്റെ അടുത്തോട്ട് നടന്നു വന്നിട്ട് ഒരു വലിയ ലോഹ എടുത്ത് എന്നെ ഇട്ടു. ഞാൻ വൈദികരിടുന്നത് പോലത്തെ ഒരു ലോഹയും അണിഞ്ഞുകൊണ്ട് ഈശോയുടെ അടുത്ത് നിൽക്കുന്നതാണ് ഞാനിപ്പോൾ ബോധം കെട്ട് കിടന്നപ്പോൾ കണ്ടത്. അമ്മച്ചിയെ, എന്നെ ദൈവം ഒരു അച്ഛനാകാൻ വിളിക്കുക അമ്മച്ചി, ഞാനൊരു അച്ഛനാകും അമ്മച്ചി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാവപ്പെട്ട അമ്മച്ചിക്ക് ഇത് വിശ്വസിക്കാൻ പറ്റിയില്ലെങ്കിലും ഡോക്ടർമാർ റൗണ്ട്സിന് വന്നപ്പോൾ പരിശോധിച്ചിട്ടൊരു കാര്യം പറഞ്ഞു, ചെറുക്കൻ മരണത്തെ അതിജീവിച്ചു കഴിഞ്ഞു, ഇനി നമുക്ക് അവനെ രക്ഷിച്ചെടുക്കാവുന്ന ഒരു അവസ്ഥയിലേക്കാണ്. പ്രിയപ്പെട്ടവരെ, ആ ചെറുക്കൻ മരിച്ചില്ല, അവൻ പഠിച്ചു, 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അവൻ സെമിനാരിൽ ചേർന്നു. ദൈവം എന്ന് കാണിച്ചു കൊടുത്ത പോലെ തന്നെ അവനൊരു വൈദികനായി തീർന്നു. മെഡിക്കൽ സയൻസും അറിവുകളും മിടുക്കരായ ഡോക്ടർമാരും എല്ലാം പറഞ്ഞു ഇവൻ മരിച്ചു പോകും, ഇവൻ തകർന്നു പോകും. പക്ഷേ ദൈവത്തിനറിയാമായിരുന്നു ഇവൻ ദൈവത്തിന് വേണ്ടി ഒരു കത്തോലിക്ക പുരോഹിതനായിത്തീരും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം തൻ്റെ വിശുദ്ധരുടെ വഴിയെ മനോഹരമായിട്ട് സംരക്ഷിക്കുന്നു. കർത്താവിൻ്റെ വചനത്തിലെ അത്ഭുതകരമായിട്ടുള്ളൊരു സത്യമാണിത്. നിങ്ങൾക്കറിയാം, ദാവീദ് ആട്ടിടനായിട്ട് ജീവിക്കുന്ന സമയത്ത് അന്നത്തെ കാലത്ത് ഇവനെ കണ്ടിട്ടുള്ള ആർക്കെങ്കിലും ഇവൻ രാജാവാകാൻ തോന്നുമോ? 4-5 ആടിനെടുത്ത് തോളത്തിട്ട് ആടിൻ്റെ രോമം ശരീരത്ത് മുഴുവനായി ആടിൻ്റെ ദുർഗന്ധത്തോടുകൂടി നടന്നു വരുന്ന ഒരു ചെറുപ്പക്കാരനെ കണ്ടിട്ട് അന്നത്തെ ആ ഗ്രാമത്തിലെ ഏതെങ്കിലും വ്യക്തിക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമാണോ ഈ ചെറുപ്പക്കാരൻ ഒരു ദിവസം ഇസ്രായേലിൻ്റെ രാജാവായി തീരും എന്നുള്ള കാര്യം? അതുപോലെ ഇന്ന് ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളെ നോക്കി ദൈവം പറയാണ്, ഇന്ന് നിന്നെപ്പറ്റി ആർക്കും ഒന്നും മനസ്സിലായില്ലെങ്കിലും നീ എനിക്ക് വേണ്ടി തീരുമാനമെടുക്കുമെന്ന് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി വഴികളെ വെട്ടി തുറക്കും. ബൈബിൾ വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നൊരു സത്യം ഇതാണ്, ഗോലിയാത്ത് എന്ന് പറയുന്ന മല്ലൻ ഇസ്രായേലിനെതിരെ വലിയ ബഹളമുണ്ടാക്കിക്കൊണ്ട് യുദ്ധത്തിന് വന്നത് ദാവീദിനെ രാജാവാക്കാൻ വേണ്ടി മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, ഗോലിയാത്ത് അന്ന് അവിടെ വന്നില്ലെങ്കിൽ ദാവീദ് ഒരിക്കലും രാജാവാകാൻ പോകുന്നില്ല. ദാവീദ് എന്നും ആട്ടിടയനായിട്ട് ജീവിക്കുമായിരുന്നു. ഈ ആട്ടിടയനായ ദാവീദിനെ രാജാവാക്കാൻ വേണ്ടിയുള്ള വലിയൊരു സഹനമായിരുന്നു ഗോലിയാത്ത് എന്ന് പറയുന്ന മല്ലൻ എഴുന്നേറ്റ് വന്നത്. ഗോലിയാത്ത് വന്നതിനാൽ മാത്രം ദാവീദിന് രാജാവായി തീരാൻ പറ്റി. ദാവീദ് എന്ന് പറയുന്ന ബാലൻ്റെ ജീവിതത്തിലെ വഴിയെ അത്ഭുതകരമായിട്ട് ദൈവം നടത്തുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുകയാണ്. ഇന്ന് ഇതുപോലെ ഏതെങ്കിലും ഗോലിയാത്ത് നിങ്ങളുടെ ജീവിതത്തിൽ സ്വരമിട്ടുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളെ കൊല്ലുമെന്ന് പറയുന്നു, നിങ്ങളുടെ കുടുംബജീവൻ തകർക്കുമെന്ന് പറയുന്നു, സകലതും തീരുമെന്ന് പറയുന്നു, കടബാധ്യതയായിരിക്കാം, വലിയ തകർച്ചയായിരിക്കാം, കോടതി കേസുകളായിരിക്കാം.
പക്ഷേ ഈ ഗോലിയാത്തിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ദൈവം ദാവീദിനെ രാജാവാക്കിയത്. നമ്മളെ ദൈവം അടുത്ത ലെവലിലേക്ക് കൈപിടിച്ച് നടത്തുന്നതും ഇതുപോലൊരു ഗോലിയാത്തിനെ തകർത്തുകൊണ്ടായിരിക്കും. കർത്താവിൻ്റെ വചനത്തിൽ വളരെ വ്യക്തമായിട്ട് ഈ കാര്യത്തെക്കുറിച്ച് ദൈവം നമുക്ക് മുന്നറിയിപ്പ് തരികയാണ്. ഐ ഹാവ് എ പ്ലാൻ ഫോർ യുവർ ലൈഫ്. എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. നിന്റെ നാശത്തിനല്ല, നിന്റെ ക്ഷേമത്തിനുള്ള പദ്ധതി, നിനക്ക് ശുഭകരമായ ഭാവിയും പ്രത്യാശയും തരുന്ന പദ്ധതി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അടുത്ത നാളിൽ ഒരു വൈദികനെ കണ്ടു. അദ്ദേഹം പറയാണ്, സെമിനാരിയിൽ പഠിക്കുമ്പോൾ അദ്ദേഹത്തെ പുറത്താക്കാൻ വേണ്ടി അധികാരികൾ തീരുമാനമെടുത്തിട്ട് മാതാവിൻ്റെ രൂപത്തിൻ്റെ മുമ്പിൽ കെട്ടിപ്പിടിച്ച് കിടന്ന് നിലവിളിച്ചു കഴിഞ്ഞപ്പോൾ അത്ഭുതകരമായിട്ട് അദ്ദേഹത്തിന് സെമിനാരിയിൽ തുടർന്ന് പഠിക്കാനായിട്ട് സാധിച്ചു. അദ്ദേഹം ഇന്ന് വിശുദ്ധനായ ഒരു വൈദികനാണ്. എനിക്ക് വളരെ നന്നായിട്ട് അറിയാവുന്ന ഒരു വൈദികനാണ്. ദൈവത്തിൻ്റെ കൃപാവരങ്ങൾ വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കുന്നു. ആരെല്ലാം വിചാരിച്ചിട്ടും അന്ന് അദ്ദേഹത്തെ സെമിനാരിയിൽ നിന്ന് പുറത്താക്കാൻ പറ്റാതിരുന്നത് ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ മൂലമാണ്. കാരണം ദൈവത്തിനറിയാമായിരുന്നു ഈ കാലഘട്ടത്തിൽ ഈ മകൻ എനിക്ക് വേണ്ടി വിശുദ്ധിയോടെ നിലകൊള്ളും, പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുതകരമായ ഒരു ഉപകരണമായി തീരും. നിങ്ങൾ ഇന്നലകളിൽ ദൈവത്തിന് വേണ്ടി ഉറച്ച നിലപാടെടുത്ത വ്യക്തിയാണെങ്കിൽ, ഇന്ന് ദൈവത്തിന് വേണ്ടി നിൽക്കാൻ നിങ്ങൾ തീരുമാനമെടുക്കുന്ന വ്യക്തിയാണെങ്കിൽ, ദൈവം നിങ്ങളുടെ ഡയറക്ഷനെ മാറ്റിത്തരികയാണ്, വഴി മാറ്റിത്തരികയാണ്. ആളുകളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട്, ഇവൻ ആ തച്ചനല്ലേ, ഇവൻ ഈ അറിവ് എവിടെ നിന്ന് കിട്ടിയെന്ന് യേശുവിനെ പറ്റി ജനങ്ങൾ ചോദിച്ചതുപോലെ നിങ്ങളെപ്പറ്റിയും ജനങ്ങൾ ചോദിക്കുന്ന ഒരു കാലം വരുന്നു. ഇവൻ ആ തോമാച്ചൻ്റെ രണ്ടാമത്തെ മകനല്ലേ, ഇവൾ ആ സണ്ണിക്കുട്ടിയുടെ മൂന്നാമത്തെ മകളല്ലേ, ഇവൾ എങ്ങനെ ഈ നിലയിൽ എത്തിച്ചേർന്നു, എങ്ങനെ കിടന്ന കുടുംബമാണ് അവരുടേത് എന്നാളുകൾ പറയത്തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ എടുത്തുയർത്തുവാൻ സർവശക്തനായ കർത്താവിന് സാധിക്കും. നമ്മുടെ ജീവിതം യേശുവിൻ്റെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട്, കർത്താവേ, ഇതാ ഞാൻ എന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. ആരും സഹായിക്കാനില്ലാത്ത എന്നെ, ഒരു വഴികളും മുൻപിലില്ലാത്ത എന്നെ, എല്ലാ വാതിലുകളും അടഞ്ഞു പോയ എന്നെ ഞാനായിരിക്കുന്ന അവസ്ഥയിൽ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ തരുന്നു. ഈശോയെ, നീ എന്നെ സ്വീകരിക്കണമേ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. തൻ്റെ വിശുദ്ധരുടെ വഴി അവിടെ നിന്ന് കാക്കുന്നു. സൂസന്നയുടെ നിലവിളി കേട്ടുകൊണ്ട് അത്ഭുതകരമായി സൂസന്നെ ദാനിയേലിലൂടെ രക്ഷിച്ച കർത്താവേ, സൂസന്ന അങ്ങേക്ക് വേണ്ടി നിലകൊണ്ട വ്യക്തിയായതിനാൽ അങ്ങ് അവൾക്ക് വേണ്ടി ഇടപെട്ടു. ബൈബിൾ ഉടനീളം ഞങ്ങളിത് കാണും. ഞങ്ങളുടെ വേദനകളിലും കുറവുകളിലും പരാജയങ്ങളിലും ഞങ്ങളെ ഒരിക്കലും തള്ളിക്കളയാതെ വീണ്ടും വീണ്ടും അവസരങ്ങൾ നൽകി കൃപ തന്ന് വചനം തന്ന് ഞങ്ങളെ ബലപ്പെടുത്തി കൈക്ക് പിടിച്ച് നയിക്കുന്ന പിതാവേ, ഞങ്ങളുടെ വഴിയെ അവിടെ നിന്ന് സുസ്ഥിരപ്പെടുത്തുന്നതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ നന്ദി.